കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗലീലയിൽ നാട്ടിൽ മുഴങ്ങിക്കേട്ട ഒരു ശബ്ദമാണ്. ലോകരക്ഷിതാവായ യേശു ക്രിസ്തു ഭൂമുഖത്തേക്ക് വന്ന് തന്റെ പരസ്യ ശുശ്രൂഷയിൽ ആദ്യം പ്രസംഗിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ആ സന്ദേശത്തിന് എല്ലാ കാലത്തും പ്രസക്തിയുണ്ട്. ഈ 2025-ലും ആ സന്ദേശത്തിന് പ്രസക്തി വർദ്ധിക്കുകയാണ്. കാരണം മനുഷ്യൻ ഓരോ ദിവസം കഴിയും തോറും അവന്റെ അകത്ത് പാപം വല്ലാതെ വികൃതമായ അനുഭവത്തിൽ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കൊലപാതകം ചെയ്യാനോ, അതല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാനോ, മാതാപിതാക്കന്മാരെ ഉപേക്ഷിക്കാനോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ കൊല ചെയ്യുവാനോ, അതുമല്ലെങ്കിൽ മാതാപിതാക്കന്മാരെ തലക്കടിച്ച് കൊലപ്പെടുത്തുവാനോ, സ്വന്തം സഹോദരനെ കൊലപ്പെടുത്തുവാനോ, വിവാഹം ചെയ്ത് കൂടെ താമസിക്കുവാൻ വിശ്വസിച്ച് കരങ്ങളിൽ ഏൽപ്പിച്ചു വിടുന്ന മകളെ മൂർഖനെ കൊണ്ട് കടുപ്പിച്ചു കൊല്ലുവാനോ ഒന്നും മടിയില്ലാത്ത ഒരു നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പാപം മറ്റൊരു കാലത്തും ഇല്ലാത്തതുപോലെ ദേശത്ത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. വർത്തമാനകാല ദിനപത്രങ്ങളും അതുപോലെ നമ്മുടെ TV ചാനലുകളുമൊക്കെ നിരന്തരം ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഇത്തരത്തിൽ പാപം പെരുകുമ്പോ ഒരു സന്ദേശം ഈ ദേശത്തോട് വിളിച്ചറിയിക്കുവാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ചോദിക്കാം, എന്തിനാണ് ഈ സന്ദേശം ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നത് എന്നുള്ളത്. പക്ഷെ ഈ സന്ദേശം സകല ജനവും കേൾക്കണമെന്നുള്ളതാണ് വേദപുസ്തകം ആഗ്രഹിക്കുന്നത്. യേശു പറയുന്നു, സകല ജനത്തോടും ഈ സന്ദേശം അറിയിക്കുവാനാണ് യേശു കർത്താവ് പറഞ്ഞിട്ടുള്ളത്. കാരണം സകല ജനവും പാപത്തോടാണ് ഇവിടെ ജനിക്കുന്നത്. നമ്മൾ വലിയ വാർത്തകളിലൊക്കെ വരുന്ന ചിലരുടെ പേരുകൾ മാത്രമാണ് കേൾക്കുന്നതെങ്കിലും സകല മനുഷ്യനും പാപത്തോടെ ഭൂമിയിൽ ജനിക്കുന്നു. കാരണം ആദിമ മനുഷ്യൻ പാപം ചെയ്ത കാലം മുതൽ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യനും പാപത്തോടാണ് ജനിക്കുന്നത്. പാപം തലമുറ തലമുറയായി മനുഷ്യന്റെ മേൽ വാഴുകയാണ്. അവൻ പാപത്തിനകത്ത് അവൻ ജീവിക്കുകയാണ്, പാപത്തിൽ അവൻ വളരുകയാണ്. അത് ഒരുപക്ഷെ പ്രവൃത്തിയായി പുറത്തു വന്നില്ലെങ്കിലും അവന്റെ മനോഭാവങ്ങളിലും ചിന്തകളിലും അവന്റെ വാക്കുകളിലും ഒക്കെ ഈ പാപം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പാപപ്രകൃതിയുള്ളവനാണ് മനുഷ്യൻ. പാപപ്രകൃതിയുള്ള മനുഷ്യന് മാനസാന്തരം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്താണ് മാനസാന്തരം? പാപത്തിൽ നിന്നും, പാപചിന്തകളിൽ നിന്നും, ജഡപരമായ ചിന്തകളിൽ നിന്നും, ലോകപരമായ ചിന്തകളിൽ നിന്നും, വ്യർത്ഥമായ കർമ്മ ആചാരങ്ങളിൽ നിന്നും മനുഷ്യൻ ദൈവത്തിങ്കലേക്ക് തിരിയുക എന്നുള്ളതാണ് മാനസാന്തരം. മനുഷ്യൻ ദൈവത്തിങ്കലേക്ക് തിരിയണം. കാരണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് നിത്യമായ ദൈവത്തിന്റെ സ്വന്തം ഛായയും സാദൃശ്യമുള്ള ഒരു ആത്മാവിനെ അവന്റെ അകത്ത് കൊടുത്താണ് സൃഷ്ടിച്ചത്. പക്ഷിമൃഗാദികളെ പോലെ അല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷിമൃഗാദികൾക്കൊന്നും ആത്മാവില്ല. എന്ന മനുഷ്യന്റെ അകത്ത് ദൈവം ആത്മാവിനെ കൊടുത്തു. എന്തിനാണ്? ദൈവത്തോട് ബന്ധം പുലർത്തുവാൻ. ദൈവത്തിന്റെ ഛായയായി, ദൈവത്തിന്റെ സാദൃശ്യമായ ആത്മാവിനെ അവന്റെ അകത്ത് കൊടുത്ത് ദൈവത്തോട് ബന്ധം പുലർത്തുവാൻ മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചു. അങ്ങനെ ദൈവത്തോട് ബന്ധം പുലർത്തി ജീവിക്കുവാൻ മനുഷ്യന് മാനസാന്തരം ആവശ്യമുണ്ട്. കാരണം സകല ജനവും പാപിയാണ്. പാപിയല്ലാത്ത ഒരു മനുഷ്യനും ലോകത്ത് ജനിക്കുന്നില്ല. സകല മനുഷ്യനും പാപത്തോടെ ജനിക്കുന്നു. സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ അവന്റെ അകത്തു നിന്ന് പാപം പ്രവൃത്തിയായി പുറത്തു വരുന്നു. അത് ക്രിമിനൽ സ്വഭാവങ്ങളായി മാറുന്നു. എന്നാൽ ഈ പാപത്തിൽ നിന്ന് മനുഷ്യൻ മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇവിടത്തെ ജയിലറകളോ അതല്ലെങ്കിൽ ഇവിടത്തെ നിയമ സംവിധാനങ്ങളോ കോടതികൾക്കോ പോലീസ് സ്റ്റേഷനുകൾക്കോ ഇന്നുവരെ ആരെയും മാനസാന്തരത്തിലേക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നടത്താൻ കഴിയുന്ന ഒരേ ഒരു സന്ദേശമേ ഉലകത്തിലുള്ളൂ. അത് ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശു ക്രിസ്തുവിന്റെ സനാതനമായ സത്യസുവിശേഷമാണ്. 2000 വർഷമായി ഈ ലോകത്തെ അനേകായിരങ്ങളെ, കോടിക്കണക്കിന് ജനങ്ങളെ മാനസാന്തരത്തിലേക്ക് നടത്തിയ ഏക സന്ദേശം അത് യേശു ക്രിസ്തുവിന്റെ സത്യ സുവിശേഷമാണ്.
ഈ സുവിശേഷത്തിന് മാത്രമാണ് ഒരുവരെ മാനസാന്തരത്തിലേക്ക് നടത്താൻ കഴിയൂ. വ്യർത്ഥമായ ആചാര കർമ്മ അനുഷ്ഠാനങ്ങളിൽ നിന്നും, ഈ ലോകത്തിന്റെ ചിന്തകളിൽ നിന്നും, ജഡപരമായ ചിന്തകളിൽ നിന്നൊക്കെ അവരെ ദൈവത്തിലേക്ക് തിരിക്കുവാൻ കഴിയുന്ന ഏക സന്ദേശം അത് ക്രിസ്തുവിന്റെ സന്ദേശമാണ്. എന്താണ് ആ സന്ദേശം? മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, മനുഷ്യനെ പാപത്തിന്റെ അഗാധ കൂപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ, ദൈവത്തോടൊപ്പമായിരുന്നവൻ, ദൈവത്തിന്റെ സമത്വത്തിൽ വസിച്ചവൻ സ്വർഗം വിട്ട് ഈ താണഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നു എന്നുള്ളതാണ് സുവിശേഷം. ആരാണ് യേശുക്രിസ്തു? അവൻ ദൈവമായിരുന്നു. ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ മഹത്വം, അതിന്റെ പൂർണ്ണതയിൽ വസിച്ച ദൈവമായിരുന്നവൻ. അവിടെ നിന്നും ഈ ഭൂമിയിൽ നമ്മിൽ ഒരുവനെ പോലെ പാപിയായ, ബലഹീനനായ, അഭക്തനായ, യാതൊരു പ്രയോജനവുമില്ലാത്ത മനുഷ്യന്റെ രൂപത്തിലും സാദൃശ്യത്തിലും ഭൂമുഖത്തേക്ക് വന്നു എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ സന്ദേശം. ദൈവത്തിന് ജാതിയില്ല, ദൈവത്തിന് മതമില്ല, ദൈവത്തിന് വർണ്ണമില്ല, ദൈവത്തിന് ലിംഗഭേദമില്ല. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. സകല മനുഷ്യരെയും സ്നേഹിക്കുന്ന ദൈവം, സകല മതത്തിൽപ്പെട്ടവരെയും സ്നേഹിക്കുന്ന ദൈവം, സകല ദേശത്തുള്ളവരെയും സ്നേഹിക്കുന്ന ദൈവം, മനുഷ്യനായി ജനിച്ച സകല മനുഷ്യരെയും സ്നേഹിക്കുന്ന സ്വർഗത്തിലെ ദൈവം സ്വർഗം വിട്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ അവന്റെ പാപം മുഴുവൻ, മനുഷ്യകുലത്തിന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിക്കുവാൻ ഇടയായി തീർന്നു. അതിനെക്കുറിച്ചാണ് വേദപുസ്തകം പറയുന്നത്. ഉലക സ്ഥാപനത്തിനു മുമ്പേ ദൈവത്താൽ നിർണയിക്കപ്പെട്ട, ലോകത്തിന്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിരുന്നു യേശു ക്രിസ്തു. യേശു ക്രിസ്തു ദൈവമായിരുന്നു, എന്നാൽ അതേസമയം അവൻ പൂർണ്ണ മനുഷ്യനായി ഉലകത്തിലേക്ക് വന്നു. അവൻ ദൈവമായിരുന്നത് കൊണ്ട് അവനിൽ പാപമില്ലായിരുന്നു. പാപമില്ലാത്തവൻ, പാപം ചെയ്തിട്ടില്ലാത്തവൻ, പാപത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തവൻ, പരമപരിശുദ്ധനായവൻ, സകല മനുഷ്യന്റെയും സകല പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് മാനവകുലത്തിനു വേണ്ടി അവൻ പാപമായി മാറുവാനിടയായി തീർന്നു. അങ്ങനെ മാനവകുലത്തിനു വേണ്ടി പാപമായി തീർന്ന യേശു ക്രിസ്തു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയിൽ യാഗമായി തീർന്നു. മനുഷ്യൻ ചെയ്യുന്ന കർമ്മ, അനുഷ്ഠാന, ആചാര ഒന്നും കൊണ്ട് മനുഷ്യന് പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. മനുഷ്യൻ ഒത്തിരി മതങ്ങൾ ഉണ്ടാക്കി, മനുഷ്യൻ ഒരുപാട് കർമ്മങ്ങൾ ഉണ്ടാക്കി, ഒരുപാട് ആചാരങ്ങൾ ഉണ്ടാക്കി. അവൻ പലവിധത്തിലുള്ള തീർത്ഥാടനങ്ങളും പലവിധത്തിലുള്ള ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, നോമ്പുകൾ ഒക്കെ അവൻ നിർമ്മിച്ചു. പലതരത്തിലുള്ള ഫിലോസഫികൾ അവൻ ഉണ്ടാക്കി. പക്ഷേ അതിനൊന്നും മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയാതിരിക്കുമോ? മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ പദ്ധതിയായിരുന്നു യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. മനുഷ്യന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ച കാൽവരിയിൽ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി എന്നേക്കും മനുഷ്യന്റെ പാപം എന്നേക്കും ഈ നീക്കിക്കളയുവാൻ, സകല പാപത്തിന്റെയും പരിഹാരത്തിനായി യേശു കാൽവരിയിൽ യാഗമായി തീരുവാനിടയായി തീർന്നു. പാപപരിഹാര യാഗം നടത്തിക്കൊണ്ട് യേശു ക്രിസ്തു എന്നേക്കുമായി മനുഷ്യന്റെ പാപത്തിന് വേണ്ടിയുള്ള സകല കാര്യങ്ങളും കാൽവരിയിൽ നിർവഹിപ്പാനിടയായി. വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യേശു സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രാണനെ വിടുവാൻ ഇടയായി തീർന്നു. യേശു ക്രിസ്തുവിന്റെ യാഗത്താൽ മനുഷ്യകുലത്തിന് സമ്പൂർണമായ പാപപരിഹാരം ലഭിക്കുവാനിടയായി തീർന്നു. ഇനി കർമ്മമാർഗങ്ങളില്ല. കർമ്മങ്ങളിലൂടെ, ആചാരങ്ങളിലൂടെ, തീർത്ഥാടനങ്ങളിലൂടെ, പെരുന്നാളുകളിലൂടെ, നോമ്പനുഷ്ഠാനങ്ങളിലൂടെ മനുഷ്യന് പാപത്തിന്റെ പരിഹാരം സിദ്ധിക്കാൻ കഴിയില്ല. ഒരു കൂദാശകളിലൂടെയും മനുഷ്യന് പാപത്തിന്റെ പരിഹാരം സിദ്ധിക്കാൻ കഴിയില്ല. പാപപരിഹാരത്തിന് ഒറ്റ മാർഗമേ ഉള്ളൂ. കാൽവരിയിൽ പാപപരിഹാരത്തിനായി യാഗമായി തീർന്ന യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിലും യേശു ക്രിസ്തുവിലൂടെയുള്ള പാപപരിഹാര യാഗത്തിലും വിശ്വസിച്ച ആർ യേശുവിനെ കൈക്കൊള്ളുന്നുവോ അവർക്ക് സൗജന്യമായി പാപമോചനം ലഭിക്കുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി പാപമോചനം ലഭിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി വീണ്ടെടുപ്പ് ലഭിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി പുത്രത്വം ലഭിക്കുന്നു. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകി. ഇന്ന് പകൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് പകൽ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് മാനസാന്തരപ്പെട്ട് ക്രിസ്തു യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായി പാപമോചനവും നിത്യജീവനും ദൈവപുത്രത്വത്തിലേക്കുള്ള അവകാശവും നിങ്ങൾക്ക് ലഭിക്കുകയാണ്. നിത്യരാജ്യം നിങ്ങൾക്ക് അവകാശമായി മാറുകയാണ്. ഇനി കർമാനുഷ്ഠാനങ്ങൾ ചെയ്യണ്ട, കൂദാശകൾ ചെയ്യണ്ട. വിശ്വാസമാർഗത്താൽ സൗജന്യമായി ഈ പാപമോചനം നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗം നൽകി തരികയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുക, യേശുവിനെ കൈക്കൊണ്ട്
അവന്റെ നാമത്തിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശുദ്ധിയെ തികച്ച് വേർപെട്ട് ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ ഒരു സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ പാപത്തിനകത്ത് അകപ്പെട്ട് എല്ലാവിധമായ പാവങ്ങൾക്കകത്തും ജീവിച്ചിരുന്ന ഞങ്ങളെ ഈ സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം, സ്വർഗം വിട്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മാനവ കുലത്തിൻ്റെ രക്ഷിതാവായ, ഏക രക്ഷിതാവായ, ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ സന്ദർശിച്ചപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിനൊക്കെ രൂപാന്തരമുണ്ടായി. ആ രൂപാന്തരമാണ് ഞങ്ങളെ ഇന്ന് ഇവിടെ ഈ തിരുക്കോടിൽ നിന്നുകൊണ്ട് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കി മാറ്റുന്നത്. ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, രാഷ്ട്രീയക്കാരൊക്കെ വാക്കുമാറും. രാഷ്ട്രീയക്കാരൊക്കെ ആ അധികാരത്തിന് പുറത്തിരിക്കുമ്പോൾ പറയുന്ന നയമല്ല അധികാരത്തിൽ വരുമ്പോൾ പറയുന്ന നയങ്ങൾ. അവരുടെ നയങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. അവരെ പലപ്പോഴും അഴിമതിക്കെതിരെ പോരാട്ടം നടത്തും എന്ന് അധികാരത്തിൽ വരുമ്പോൾ അവർ വലിയ അഴിമതികൾ നടത്തും. അത് ഇങ്ങനെ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും മാറിയും തിരിഞ്ഞും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാക്കുമാറാത്ത ഒരുവരെ ഞങ്ങൾ ഈ ദേശത്തിന് പരിചയപ്പെടുത്തട്ടെ. വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ലാത്ത, ഒരു കാലത്തും മാറ്റം വരാത്ത ഒരേ ഒരു സന്ദേശമേ ഉലകത്തിലുള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സത്യവചനമായ, നിത്യവചനമായ, ദൈവവചനമായ വിശുദ്ധ ബൈബിളാണ്. 66 പുസ്തകങ്ങൾ അടങ്ങിയ ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ വള്ളിക്കോ പുള്ളിക്കോ ഒരു കാലത്തും മാറ്റം വരികയില്ല എന്ന് വേദപുസ്തകം തന്നെ സാക്ഷ്യം പറയുന്നു. എങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ നിങ്ങൾക്കും കർത്താവിനോടൊപ്പം എടുക്കപ്പെടുവാനും നിത്യരാജ്യത്തിൽ, നിത്യസന്തോഷത്തിൽ, നിത്യസമാധാനത്തിൽ യുഗായുഗങ്ങളോടൊപ്പം, യുഗായുഗങ്ങൾ ദൈവത്തോടൊപ്പം വസിക്കുവാൻ നിങ്ങൾക്കും കഴിയുമെന്ന് ഞങ്ങൾ വിളിച്ചു പറയട്ടെ. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇപ്പോൾ യേശുവിനെ കൈക്കൊള്ളുന്നവർക്ക് ശിക്ഷാവിധിയില്ല, യേശുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല എന്ന് വേദപുസ്തകം പറയുന്നു. നിത്യമായ ന്യായവിധിയിലേക്ക് നിങ്ങൾ തള്ളപ്പെടാതെ, നിത്യമായ നരകത്തിലേക്ക് നിങ്ങൾ തള്ളപ്പെടാതെ ക്രിസ്തുവിൽ വിശ്വസിച്ച നിത്യജീവൻ പ്രാപിച്ച് നിത്യമായ ആനന്ദം പ്രാപിക്കുവാൻ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഒരിക്കൽ ജീവിതത്തിൽ പലവിധങ്ങളായ മത അനുഷ്ഠാനങ്ങൾ, ഞങ്ങളുടെ കൂടെയുള്ള പ്രിയ ശിഹാബുദ്ദീൻ, അദ്ദേഹം ഒരു ഇസ്ലാം മതത്തിൽ ജീവിച്ച മനുഷ്യനാണ്. പ്രിയ വിൽഫ്രഡ് പാസ്റ്റർ ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ജീവിച്ച മനുഷ്യനാണ്. ഇങ്ങനെ വിവിധ പശ്ചാത്തലങ്ങളിൽ ജീവിച്ച മനുഷ്യർ ഞങ്ങളുടെ കൂടെയുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ സത്യസുവിശേഷം ആ പ്രിയപ്പെട്ടവരെയൊക്കെ രൂപാന്തരപ്പെടുത്തി. തങ്ങളുടെ കർമ്മങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ഒരേ ഒരു മാർഗം, അത് വിശ്വാസ മാർഗമാണ്. യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ മാത്രമാണ് നിത്യരക്ഷ പ്രാപിക്കാൻ കഴിയുന്നത് തിരിച്ചറിഞ്ഞപ്പോ ക്രിസ്തുവിന് വേണ്ടി ആ പ്രിയപ്പെട്ടവർ ജീവിപ്പാനിടയായി തീർന്നു. അതുകൊണ്ട് ആവേശത്തോടെ ഈ തെരുക്കോണിൽ നിന്നുകൊണ്ട് ഒരു വാക്യം കൂടി വിളിച്ചു പറഞ്ഞ സന്ദേശത്തിന് ഞങ്ങൾ വിരാമം കുറിക്കുന്നു. മറ്റൊരുത്തരിലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ ക്രിസ്തുവിന്റെ നാമത്തിലേക്ക്, ആ സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക്, നിത്യ ആനന്ദത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.